അങ്ങനെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കൊണ്ട് കേരള രാഷ്ട്രീയത്തെ ഒരു കാലത്ത് അക്ഷരാർത്ഥത്തിൽ ചൂടുപിടിപ്പിച്ച ഒടുവിൽ UDF സർക്കാരിനെ അധികാരത്തിന്റെ പടവുകളിലേക്ക് കൈപിടിച്ചുയർത്താൻ സ്വന്തം വഴിയിലൂടെ വലിയൊരു രാഷ്ട്രീയ പോരാട്ടം തന്നെ നടത്തിയ ആ മുൻ ഇടതുപക്ഷ MLA ഇപ്പോൾ എവിടെയാണ്? ജനങ്ങളുടെ കണ്ണുവെട്ടിച്ച് അദ്ദേഹം എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുകയാണോ? അതോ അൻവറും അദ്ദേഹം ആവേശത്തോടെ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ നിലപാടുകളും ഒടുവിൽ ചരിത്രത്തിന്റെ വിസ്മൃതിയിലേക്ക് അസ്തമിച്ചു പോയോ? UDFന് അധികാരത്തിലേക്കുള്ള ചുവപ്പ് കമ്പളം വിരിച്ചുകൊടുത്ത ആ മുൻ MLA ഇന്നത്തെ സതീശൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ കടുത്ത അതൃപ്തിയിലാണോ എന്നൊക്കെയുള്ള നിരവധി ഗൗരവമേറിയ ചോദ്യങ്ങളാണ് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരുടെയും പൊതുജനങ്ങളുടെയും മനസ്സിൽ ഉയർന്നുവരുന്നത്. തന്റെ കൂടി ശക്തമായ നിലപാടുകളുടെയും നിരന്തരമായ ഇടപെടലുകളുടെയും ഫലമായാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതെന്ന് അദ്ദേഹം അഭിമാനത്തോടെ അവകാശപ്പെടുമ്പോഴും സർക്കാർ അധികാരമേറ്റ് 2 മാസം പിന്നിട്ടിട്ടും ഭരണത്തെക്കുറിച്ചോ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഒരക്ഷരം പോലും മിണ്ടാതെ പൂർണ്ണമായ ഒരു നിശബ്ദത പാലിക്കുകയാണ് PV അൻവർ. സമൂഹമാധ്യമങ്ങളിലടക്കം തന്റേതായ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്ന അദ്ദേഹം കഴിഞ്ഞ 2 മാസമായി ഈ വിഷയങ്ങളിൽ വലിയൊരു മൗനത്തിലാണ്. PM ശ്രീ പദ്ധതി, ഡീൽ ആരോപണങ്ങൾ, വഖഫ് വിഷയം, മദ്യനികുതി ഇളവുകൾ തുടങ്ങി ഒട്ടനവധി നിർണായകമായ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം ആരോപണങ്ങൾ ശക്തമാക്കുകയും സമരങ്ങൾ കടുപ്പിക്കുകയും ചെയ്യുമ്പോഴും അക്കാര്യങ്ങളിലൊന്നും അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒരു പ്രതികരണവുമായി അൻവർ ഇതുവരെ രംഗത്തു വന്നിട്ടില്ല. സർക്കാരിന്റെ ഇപ്പോഴത്തെ പല സമീപനങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ കടുത്ത അതൃപ്തിയാണ് ഈ മൗനത്തിന് പിന്നിലെന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളിൽ നിന്നും പുറത്തുവരുന്ന അനൌദ്യോഗിക വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തനിക്ക് അർഹമായ പരിഗണനയോ മുൻഗണനയോ ലഭിക്കാത്തതും അദ്ദേഹത്തിന്റെ ഈ നിരാശയ്ക്കും അമർഷത്തിനും ആക്കം കൂട്ടിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. നിലവിൽ ചില അത്യാവശ്യമായ ബിസിനസ് ആവശ്യങ്ങൾക്കായി വിദേശത്തുള്ള അൻവർ അടുത്ത ദിവസങ്ങളിൽ തന്നെ നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം തന്റെ സുപ്രധാനമായ രാഷ്ട്രീയ നിലപാടുകൾ പരസ്യമായി വ്യക്തമാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഭാവിയിൽ UDFുമായി ചേർന്ന് പ്രവർത്തിക്കുമെങ്കിലും സ്വന്തം നിലയിൽ ഒരു ബദൽ രാഷ്ട്രീയ നീക്കവുമായി മുന്നോട്ടു പോകാനാണ് അൻവർ ഇപ്പോഴും പദ്ധതിയിടുന്നതെന്നാണ് പുറത്തുവരുന്ന ശക്തമായ സൂചനകൾ. അതിശയകരമായ ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ് PV അൻവറിന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ജീവിതം. ഇടത് രാഷ്ട്രീയത്തിൽ അതിശക്തമായ രീതിയിൽ നിറഞ്ഞു നിൽക്കുകയും പ്രതിപക്ഷത്തിന്റെ ഓരോ നീക്കങ്ങളെയും അതിശക്തമായി പ്രതിരോധിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആ നാളുകളിലാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അൻവർ തന്റെ സ്വന്തം മുന്നണിക്കെതിരെ തിരിഞ്ഞത്. ആദ്യം മലപ്പുറം ജില്ലയിലെ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾക്കെതിരെയും അഴിമതിക്കെതിരെയും മാത്രമായി ആരംഭിച്ച അദ്ദേഹത്തിന്റെ ആ പടയൊരുക്കം വളരെ പെട്ടെന്നാണ് വളർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും സാക്ഷാൽ CPMന്റെ ഉന്നത നേതൃത്വത്തിലേക്കും മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും വരെ നീളുന്നത് നാം കണ്ടത്. അതോടെ കാര്യങ്ങളുടെ ഗതി ആകെ മാറിമറിഞ്ഞു. ആ വിവാദങ്ങളെല്ലാം ഒടുവിൽ അൻവറിന്റെ രാജിയിലേക്കും പതിറ്റാണ്ടുകളായുള്ള ഇടതുബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിലേക്കുമാണ് ചെന്നെത്തിച്ചത്. അങ്ങനെ മുന്നണി വിട്ടതിനു ശേഷം UDFിലേക്ക് ചേക്കേറാൻ അൻവർ പലതരത്തിലുള്ള രഹസ്യ നീക്കങ്ങളും നടത്തി നോക്കി. എന്നാൽ അൻവർ ഉന്നയിച്ച ഗുരുതരമായ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ് UDF ഏറ്റെടുത്തത്. പക്ഷേ അദ്ദേഹത്തിന് മുന്നണിയുടെ പടിക്ക് പുറത്തു തന്നെയാണ് സ്ഥാനം നൽകിയത്. ഈ അവഗണനയിൽ നിരാശനായി DMKയിൽ പ്രവേശനം നേടി തന്റെ രാഷ്ട്രീയ കളം തന്നെ മാറ്റിപ്പിടിക്കാൻ അദ്ദേഹം പിന്നീട് ചില ശ്രമങ്ങൾ നടത്തി. എന്നാൽ CPMന്റെ ഉന്നത നേതാക്കൾ അതീവ രഹസ്യമായി ഇടപെട്ട് അൻവറിന്റെ ആ DMK പ്രവേശനം പൂർണ്ണമായും തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതോടെ സ്വന്തമായി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചെങ്കിലും ജനങ്ങളുടെ ഇടയിൽ വലിയൊരു ചലനമുണ്ടാക്കാൻ ആ പാർട്ടിക്ക് സാധിച്ചില്ല. ആ ശ്രമവും പരാജയപ്പെട്ടതോടെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് ഇന്ത്യ മുന്നണിയുടെ മേൽവിലാസം ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും UDFിൽ കയറിക്കൂടാനുള്ള അടുത്ത അടവുകൾ അദ്ദേഹം പയറ്റി. അതിനിടയിലാണ് നിർണായകമായ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് കടന്നുവരുന്നത്. UDFിലേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നുവരവ് കോൺഗ്രസ് നേതൃത്വം മുഖവിലക്കെടുക്കാൻ പോലും തയ്യാറായില്ല. എന്നാൽ ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും അൻവറിന് അനുകൂലമായ സമ്മർദ്ദം കൂടിയായപ്പോൾ അദ്ദേഹത്തെ മുന്നണിയിൽ ഒരു അസോസിയേറ്റ് അംഗമായി ഉൾപ്പെടുത്താം എന്നൊരു തീരുമാനം വരെ എത്തിയിരുന്നു. പക്ഷേ അന്നത്തെ UDF ചെയർമാൻ VD സതീശൻ ആ തീരുമാനം പരസ്യമായി പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് കാലത്ത് യാതൊരുവിധ അനാവശ്യ വിലപേശലുകളും വലിയ അവകാശവാദങ്ങളും മുന്നണിയിൽ അനുവദിക്കില്ലെന്ന് UDF നേതൃത്വം വളരെ തറപ്പിച്ചു പറഞ്ഞതോടെ PV അൻവർ രാഷ്ട്രീയമായി പെരുവഴിയിലായി എന്ന് വേണം പറയാൻ.
ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നേരിട്ട് ജനവിധി തേടാൻ തീരുമാനിച്ചത്. ഒപ്പം ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിൽ പുതിയൊരു കൂട്ടായ്മയും അദ്ദേഹം രൂപീകരിച്ചു. പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടമൊന്നും കൊയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒടുവിൽ തനിക്ക് നിലനിൽക്കണമെങ്കിൽ UDF പ്രവേശനം മാത്രമാണ് ഏക വഴിയെന്ന് അൻവർ പൂർണ്ണമായും ഉറപ്പിക്കുകയായിരുന്നു. തുടർന്ന് വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അൻവറിനെ UDFൽ പ്രവേശിപ്പിക്കാമെന്ന് ചില പ്രധാന നേതാക്കൾ വാക്കാൽ ഉറപ്പു നൽകിയത് അദ്ദേഹത്തിന് ആശ്വാസമായി. തുടർന്ന് അൻവർ മുസ്ലിം ലീഗ് നേതാക്കളെ നേരിട്ടു കണ്ട് ശക്തമായ സമ്മർദ്ദം ചെലുത്തി നോക്കി. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഒട്ടും അയഞ്ഞു നൽകാൻ തയ്യാറായില്ല. VD സതീശനും മലപ്പുറം ജില്ലയിലെ ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമാണ് തനിക്ക് മുന്നിലേക്കുള്ള പ്രധാന വിലങ്ങുതടിയായി നിൽക്കുന്നതെന്ന് അൻവർ പരസ്യമായി തന്നെ മാധ്യമങ്ങളോട് തുറന്നടിച്ചു. ഒടുവിൽ ഒട്ടനവധി ആശയക്കുഴപ്പങ്ങൾക്കൊടുവിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അൻവർ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി. അതോടെ UDF ക്യാമ്പ് അല്പം ഭയപ്പെടാൻ തുടങ്ങി. അൻവർ നിർത്തിയ സ്ഥാനാർത്ഥികൾക്ക് നിലമ്പൂർ മേഖലയിലെ തിരഞ്ഞെടുപ്പ് ഫലത്തെയും ജയപരാജയങ്ങളെയും ഒരുപാട് സ്വാധീനിക്കാനുള്ള കഴിവുണ്ടെന്നും അതിനാൽ അദ്ദേഹത്തെ അകറ്റി നിർത്താതെ കൂടെ കൂട്ടുന്നതാണ് മുന്നണിക്ക് കൂടുതൽ ഉചിതമെന്നും ലീഗും മലപ്പുറത്തെ ചില കോൺഗ്രസ് നേതാക്കളും ഒടുവിൽ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകി. തിരഞ്ഞെടുപ്പിന് ശേഷം UDF വിപുലീകരിക്കുമ്പോൾ അദ്ദേഹത്തെ അനുയോജ്യമായ രീതിയിൽ പരിഗണിക്കാമെന്നുള്ള ഉറപ്പ് ലഭിച്ചതോടെ അൻവറും തന്റെ നിലപാടുകളിൽ മൃദുവായ സമീപനം സ്വീകരിച്ചു. അങ്ങനെ തിരഞ്ഞെടുപ്പിൽ താൻ നിർത്തിയ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ മരവിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഔദ്യോഗികമായി UDFുമായി ഐക്യപ്പെടുകയായിരുന്നു. അങ്ങനെ PV അൻവർ ഒടുവിൽ UDFൽ ഒരു അസോസിയേറ്റ് അംഗമായി അംഗീകരിക്കപ്പെട്ടു. ആ നീക്കത്തിന്റെ ഭാഗമായി തന്റെ സ്വന്തം തട്ടകമായ ബേപ്പൂർ സീറ്റും അദ്ദേഹം നേടിയെടുത്തു. എന്നാൽ ഏറെ കൗതുകകരമെന്ന് പറയട്ടെ, അന്ന് കേരളത്തിൽ ആഞ്ഞടിച്ച ശക്തമായ UDF തരംഗത്തിൽ പോലും ബേപ്പൂർ മണ്ഡലം അൻവറിനെ പാടെ കൈയൊഴിയുന്ന കാഴ്ചയാണ് കണ്ടത്. മരുമോനിസം എന്ന് പറഞ്ഞ് കടുത്ത രാഷ്ട്രീയ എതിർപ്പുകൾ ഉയർത്തിയിരുന്ന PA മുഹമ്മദ് റിയാസിനോട് തന്നെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടേണ്ടി വന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൈപ്പേറിയ ഒരു രാഷ്ട്രീയ അനുഭവമായി മാറി. ഔദ്യോഗികമായി തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതിന് തൊട്ടുമുൻപ് തന്നെ തൃണമൂൽ കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധങ്ങളും പൂർണ്ണമായി അവസാനിപ്പിച്ച അൻവർ ഇപ്പോൾ വീണ്ടും ഒരു സ്വതന്ത്ര രാഷ്ട്രീയ വ്യക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാഗമായി സമീപകാലത്തായി CPMുമായി കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളിലായി വഴിപിരിഞ്ഞുപോയ ചില പ്രധാന നേതാക്കളെയൊക്കെ അൻവർ രഹസ്യമായി ചെന്നുകണ്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ കാണാനും PV അൻവർ വന്നിരുന്നില്ല. എന്നാൽ ആ സമയത്ത് തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് PV അൻവറിന് പൊള്ളലേൽക്കുകയും അതുമൂലം വിശ്രമത്തിലാവുകയും ചെയ്തു എന്നാണ് പുറത്തുവരുന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. സജീവ രാഷ്ട്രീയത്തിൽ നിന്നുള്ള PV അൻവറിന്റെ പെട്ടെന്നുള്ള ഈ തിരോധാനം അൻവർ ആരാധകർക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിണറായി വിജയനും മുഹമ്മദ് റിയാസിനുമെതിരെ VD സതീശനോ കോൺഗ്രസിലെ മറ്റ് നേതാക്കളോ ആരോപണം ഉന്നയിക്കുന്നതിനേക്കാൾ ശക്തമായ ഭാഷയിൽ ആരോപണം ഉന്നയിക്കുന്ന അൻവറിനെ ഒരുപാട് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും സ്നേഹിക്കുന്നുണ്ട്. അൻവർ പുതിയ പാർട്ടി രൂപീകരിക്കാതെ മുസ്ലിം ലീഗിന്റെ ഭാഗമായി കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്നാണ് മുസ്ലിം ലീഗിന്റെയും പുറത്തു പറയാത്ത ആഗ്രഹം. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.